സാധാരണ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ പറയും ജസ്റ്റ് ബാ ഒരുങ്ങ പള്ളിയിൽ പോകാം ഒരുങ്ങെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങുവേ. ഇന്നലെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പറയട്ടെ എന്നിട്ട് റെഡി ആവാമെന്ന്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, പള്ളിയിൽ ചെന്നിട്ട് പള്ളിക്കകത്ത് പോയിട്ട് ബാൽക്കണി പോലും ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും ഇടം കിട്ടിയില്ല. എനിക്ക് വന്ന കലിപ്പ്. എനിക്കൊന്ന് കുറേ നാൾ കൂടി ഒത്തിരി നാളായെന്ന് തോന്നി അങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാന കൂടിയ സംഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പള്ളിയിൽ പോവുകയാണേലേ ഇച്ചിരി നേരത്തെ ചെന്ന് ഇച്ചിരി സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുർബാന കാണുന്നതാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ഇവിടെ സെൻറ്റ് ജോസഫിൽ നമ്മുടെ നാട്ടിലെ പള്ളി പോലൊന്നുമല്ല. ഒരമണിക്കൂർ നേരത്തെ ചെന്നാലേ പള്ളിയിൽ ഇരിക്കാൻ സീറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ 15 മിനിറ്റ് മുമ്പ് എന്നിട്ട് പോലും സീറ്റ് കിട്ടിയില്ല. എനിക്കാണെങ്കിൽ വന്ന കലിപ്പിനുണ്ടല്ലോ ഒരു കൈ കണക്കിൽ. എനിക്ക് പള്ളിയായിപ്പോല്ലേ ജസ്റ്റ് കൈ കിട്ടിയിരുന്നേ ഞാൻ പിഴിച്ച് കൂമ്പിനിടിച്ചേനെ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമെല്ലാം വന്ന് ദേഷ്യവും മൊത്തത്തോടെ ഉണ്ടല്ലോ എൻ്റെ കംപ്ലീറ്റ് മൂഡ് പോകുന്നുള്ള. പള്ളി വെച്ച് കുർബാന മനസ്സമാധാനത്തോടെ കൂടിയോ അതും ഇല്ല. അങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിറങ്ങി ഞാൻ ഇങ്ങനെ കലിപ്പിച്ചിരുന്നേ. ദേഷ്യം അതുമാത്രമൊന്നും അല്ലായിരുന്നു കേട്ടോ. പള്ളി സീറ്റ് കിട്ടിയില്ല, ഇട കിട്ടിയില്ലെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പള്ളി സീറ്റ് കിട്ടിയില്ലെങ്കിലും പോട്ട്, നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണ്ടേ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ പോയി പുറകിൽ നിൽപ്പുണ്ട്, എന്നെക്കാൾ ഒരു 2 സ്റ്റെപ്പ് പുറകിൽ. എൻ്റെ അടുത്ത് വേറെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. എന്തൊരു മനുഷ്യനാന്ന് ഓർത്തോണേ. അങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാനയെല്ലാം കണ്ട് കലിപ്പിച്ചിറങ്ങിയേ. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ടോർത്ത് വെറുതെ പള്ളിയിൽ പോയതാണല്ലോ. മനസ്സിന് ഒരു പോസിറ്റീവും കിട്ടിയില്ല, ഒരു സമാധാനവും കിട്ടിയില്ല. മൊത്തത്തോടെ ചെകുത്താൻ കയറിയൊരു മോന്ത. എന്നെ കണ്ടില്ലേ, ശരിക്കും ചെകുത്താൻ കയറിയൊരു മോന്ത പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. മുഖത്തൊരു പ്രസാദവും ഇല്ല, സന്തോഷവും ഇല്ല. ഇങ്ങനെ ഉണ്ടോ അല്ലേ നമ്മുടെ മുഖത്ത് സന്തോഷമില്ല, നമ്മുടെ മോന്ത എന്ത് ക്രൂരവും ഭീകരമാണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ പള്ളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ, ജേഡുവിനൊരു പണി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ പോയത് നമ്മുടെ അബുദാബി ഫ്ലോർ മില്ലിലാണേ. അവിടെ എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട സാധനം വാങ്ങിക്കാനാണ്. ഈ നാളെ തൊട്ട് ഇവിടെ സ്കൂൾ തുറക്കുമല്ലേ, ഈ ഒരു സാധനം വളരെ അത്യാവശ്യമാണ് നമുക്കുണ്ടായിരുന്നതാണേ. എന്നാന്നറിയോ, ഇത് ഇങ്ങോട്ട് നോക്ക്, നല്ല ഒന്നാന്തരം ചൂരൽ വടി. അബുദാബി ചൂരൽവടി എവിടെ ഉണ്ടോ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അബുദാബി ഫ്ലോർ മില്ലിൽ കിട്ടും കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ജേഡു ഇത് പാത്ത് വെച്ചേ. അങ്ങനെ ചൂരൽവടിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ്. ഇങ്ങോട്ട് നോക്കി ഒരാളുടെ മോന്ത നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ മിണ്ടിയില്ല, ആ ജസ്റ്റ് എന്ന് പറഞ്ഞ ദുഷ്ടനുണ്ടല്ലോ മിണ്ടത്തില്ലെന്നേ. എത്ര ദിവസം വേണമെങ്കിലും മിണ്ടാൻ നടക്കും. പിന്നെ ഞാനാണ് പുറകെ പോയി മിണ്ടുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ സ്വന്തമായിട്ട് അടി വാങ്ങിക്കാൻ വേണ്ടി ചൂരൽവടി വാങ്ങിച്ച് സ്വന്തമായി നടക്കുന്ന ജുവാവ്. ജഡുവിന് അറിയാം, ജഡുവിനിട്ട് അടി കിട്ടാനുള്ള സാധനമാണ് ജഡുവിൻ്റെ കയ്യിരിക്കുന്നത്. സ്കൂളൊക്കെ തുറന്നില്ലേ, ചൂരൽ കഷായം ഇല്ലല്ലേ, പിള്ളേരൊന്നും ശരിയാകത്തില്ല. അപ്പം ശരി എന്നാൽ പോയേച്ചും വരാം.